बेसिल का हिंदी सिनेमा कब आएगा? ഈ ഒരു വീഡിയോ ഞങ്ങൾ ബോംബെ വിട്ട് എടുപ്പിച്ചതാ. ബേസിൽ ഭയ്യാക്ക വീഡിയോ ഇനി ഹിന്ദിയിൽ റിപ്ലൈ പറയേണ്ടി വരുമോ? അത് നീ ഒന്നുകൂടി കണ്ടോട്ടോ. बेसिल का हिंदी सिनेमा कब आएगा? എനിക്ക് അത് കബ്ബായക അത് അങ്ങനെ ഒരു വോത്തോ അമ്മക്കോ നിന്റെ അവസാനത്തെ ചിരിയാണിത്. നീ അതിന്റെ ഹിന്ദിയിൽ തന്നെ മറുപടി കൊടുത്തോ. ഭയ്യാന്ന് വിളിച്ചിട്ടേ പടേക മറ്റേ പടേക ഇട്ടാ മതി. നമ്മൾ പഠിച്ചില്ലേ ക്യോങ്കിലിയും പടേക. അതായത് ചെറിയൊരു ക്യോങ്കിലിയും ഇടണം. കുറച്ച് കടുപ്പുള്ള ഇന്ത്യയുടെ കൂടെ ഒരു പടയക കിട്ട ഭയങ്കര പൊളിയാന്ന് തോന്നുന്നു. വോത്തോ കർണ പടയക എന്ന് പറയുമ്പോ ക്യോങ്കിലിയേ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനുള്ള ആൻസർ ഇനി ഹിന്ദി ആക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ എടുക്കാം ഞാൻ അതിന് വേണ്ടി. അയ്യോ നിന്റെ അവിടെ ചാൻസ് തരാൻ ഇരുന്നവരെല്ലാം പോടാ ഹിന്ദിയിൽ സംസാരിച്ച. ഇതോടുകൂടി Are you trying to give him a funny? ये मूवी क्योंकि चूज किया इसके लिए बात करो. അല്ല നീ ആദ്യം പറ. ഇവൻ കോപ്പി അടിക്കും. ആക്ച്വലി ഷീ നോസ് ഹിന്ദി. അപ്പം എനിക്കും കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് നിനക്കല്ലേ ഷൂ പോളിഷ് ചെയ്യാൻ അറിയാത്തത്? അതുകൊണ്ട് നീ നല്ലപോലെ പോളിഷ് ചെയ്ത് പഠിക്കുന്നത്. മലയാളി ഇവന് ഒന്ന് അപ്പൊ നീ നന്നായിട്ട് ചെയ്ത് നീ അപ്പം പറയാന്ന്. നല്ല വിലപിടിപ്പുള്ള നമുക്ക് കുറച്ചറിയാം. നീ പറ. इसका स्टोरी बहुत अच्छा था कहानी. अभी नहीं है था. अभी क्या हो गया? अच्छा उस था टाइम में कहानी था. अभी मूवी हो गया. मूवी हो गया. पोली कैसे हो गया? ഹൗ ആർ യു എന്നാണോ ചോദിച്ചത്? ഇല്ല ക്യൂ ചൂസ് അങ്ങനെ അപ്പൊ അങ്ങനെ മലയാളം മലയാളം ऐसा. അപ്പൊ കഹാനി അച്ഛാ था. അപ്പം नहीं है. नजरिया हिंदी में അപ്പം उधर नहीं है. सिर्फ पराठा होता है. നല്ല ചളി എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ. क्योंकि कहानी अच्छा था. അത് നീ പറഞ്ഞതാ. പറഞ്ഞു ബാക്കി പറയട്ടെ, നിങ്ങളൊന്നും മിണ്ടാതിരി. എന്റെ കോൺസെൻട്രേഷൻ അതെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. और पीछे अच्छा अच्छा मनुष्यर था. किसके पीछे? ആദ്യം പീച്ചെ എന്ന് പറഞ്ഞു. ചോലിക്ക് സ്റ്റോറി നമ്മൾ മാത്രമായിരിക്കും ചിരിക്കുന്നത് ഈ ജോക്സിന്. നിങ്ങളും ചിരിക്കണം കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് അച്ഛാ था. ഇപ്പൊ എന്താണോ അവരെന്താ പടമായി മാറിയോ പ്രൊഡ്യൂസേഴ്സ്? മറ്റവര് താ ഇവരെന്തായി മാറി പടം കഴിഞ്ഞപ്പം? അവരുടെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അല്ലേ? क्यों चूज किया? पास्ट टेंस था. ചോദ്യം വാസ് ഇൻ പാസ്റ്റ് ടെൻസ്. ഹും വരുമ്പോ ഹേയ് വരും. आप बाकी बोलो. ആക്കി बोल रहे. बोलना पड़ेगा. നീ അവിടെ എന്തിനാ പടയ കേട്ടത്? മസ്റ്റ് പടയൊക്കെ നീ കണ്ണെടുത്ത് കൊണ്ട് പടയക്കിടരുത്. നീ പറഞ്ഞു എനിക്ക് എന്റെ ഹിന്ദി പെർഫോം ചെയ്യാനുള്ളത്. എന്നിട്ട് വേണം ഹിന്ദി ഡയറക്ടേഴ്സിനെ വിളിക്കാൻ. पीछे बहुत अच्छा बैनर बैनर था. हैप्पी और മൈനർ താനാ इसके अंदर बहुत अच्छा മൈനർ था. बैनर അതാണ് हैप्पी आवर्स एंटरटेनमेंट. समीर ताहिर ഷൈജു കാലിബോ तो बहुत ബാക്കി അതൊന്നും ഹിന്ദിയിൽ പറയേണ്ട ആവശ്യമില്ല. സമീർ താഹിറിന് ഹിന്ദി എന്താണോ? അത് ഓൾറെഡി ഹിന്ദിയാ. സമീർ ഒക്കെ ഓൾറെഡി ഹിന്ദി വേർഡാണ്. समीर साहब और शाइजू साहब और एवी अनूप साहब. ये तीन बहुत एक्सपीरियंस्ड सिनेमाटोग्राफर्स है और प्रोड्यूसर है एवी अनूप सर. और इसका ये कहानी के बाद कहानी बहुत अच्छा था. कहानी के बारे में मैं अच्छा था, अच्छा है, अच्छा ही रहेगा. എടാ ഇനി താ പറയരുത്. എന്നുവെച്ചാ കയ്യിന്ന് പോകും. ഹേന്ന് പറയണം അല്ലേ? കറക്റ്റ് അല്ലേ? എന്താ പാണം? नहीं मिन्नल मुरली के टाइम में मिन्नल मुरली सूक्ष्मदर्शिनी. नहीं मिन्नल मुरली के टाइम में समीर ताहिर अच्छा था. मिन्नल मुरली का सिनेमाटोग्राफर था समीर ताहिर. समीर साहब समीर अन्ने समीर तंबी समीर भाई नेम सब और समीर जी. मुझे मालूम इसका कथा ये बोलेगा ഇപ്പൊ സമീർ അവിടെ हम तुम झगड़ा है
दुश्मन ദുഷ്മൻ എന്താ താ പറയുന്നു ചോദിക്കും. क्यों मेरे बारे में वहाँ पूछा बोला उस तरह അപ്പോ സമീർ ഭായിനെ മേരെ മേരെ മന്മദരാസ മന്മദരാസ കണ്ണി മനസ്സേ കിളാതെ മന്മദരാസ. ഗൈസ് എല്ലാരും ഈ സിനിമ കാണണം. ബേസിൽ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്. इस कहानी एक नेबरहुड का कहानी है. एक कम्युनिटी में बहुत नेबर्स है. मेरी നെയ്ബേഴ്സ് कैरेक्टर का हिंदी बोल तुम कथा പറയാൻ പറഞ്ഞപ്പോൾ तुम नहीं बोला. अभी मैं बोल रही हूँ उसके साथ लाइन पकड़ रहे. पीछे 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 पकड़ रहा ഗൈസ് एक अब बोल. कम्युनिटी और एक नेबरहुड का कथा ले लो. നെയ്ബർഹുഡ് അല്ല ദേശവാസി എന്ന് പറഞ്ഞാൽ മതി. ദേശവാസിയൊന്നുമില്ല. നെയ്ബറിന് എന്താ പറയാ? മൊത്തം Small ദേശവാസിയാണ്. ഇത്ര ഒരു ഏരിയ ദേശവാസി. ചോട്ടാ ചോട്ടാ ദേശവാസി. ദേശ- ഈ community വത്തിക്കാൻ एक छोटा ग्रामम में ग्राम अല്ല ग्रामम नहीं है ग्राम 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 एक कम्युनिटी है ग्राम उधर ग्राम मेरा हिंदी कैरेक्टर. ഗ്രാമ ഹിന്ദി ഉണ്ടാവില്ലേ ഞാൻ എന്നെ ഹിന്ദി പഠിക്കാൻ ഇവിടെ സമ്മതിക്കുന്നില്ല അപ്പൊ ഗൈസ്. ഇപ്പൊ മില്ലിഗ്രാം അതൊക്കെ അവരെന്താ പറയാ? കിലോഗ്രാം അതൊക്കെ ഏക് ചോട്ടാ ഗ്രാം എന്ന്. അല്ല അത് എടാ അത് ഗാവാണ്. ഗാവ് ഗാവ്. नो 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 we क्या बोल रहे हैं आप ഈ പടത്തിൽ അഭിനയിച്ചവനല്ലേ ഗ്രാം है नहीं नहीं गाँव नहीं गाँव नहीं ये बहुत उधर पालतू जानवर है. हाउसिंग कॉलोनी हाउसिंग कॉलोनी जैसा छोटा सा छोटा सा कम्युनिटी नेबरहुड Residential जिधर association. चार छह घर ही है. घर. उतना उसका ऊपर नहीं है. इस कम्युनिटी में मैं मेरा फैमिली और नेबर्स पूजा अखिला हाँ, बहुत सारी वुमेन है एक्चुअली इस फिल्म में. सिर्फ एक लड़का. या एकल കൂടുതൽ लड़का है. एक सिद्धार्थ बरदन दीपक परम्बोल कोटेम रमेश चेटन. और उस कम्युनिटी में जब ये और इसका फैमिली आएगा उधर रेंट के लिए उस टाइम क्या क्या हो रहा है उस कम्युनिटी का डेली रूटीन्स और रिथम चेंज हो रहा है. वो है कहानी. बर्बाद हो जाएगा ബർബാദ്. അപ്പൊ ക്ലൈമാക്സ് പറയടാ. എനിക്ക് മറ്റേ ഉങ്ങൾക്കുള്ള എന്നെ പ്രശ്നം എനിക്ക് ഒന്നുമേ പുരിയല്ലേ എന്നിട്ട് പോടാ. ओके ये है ये कहानी. कहानी इतराണ് यही है कहानी അപ്പൊ കഹാനി ഘർ ഘർ की. हाँ कहानी वेरी रिलेटेबल कहानी पर डिटेक्टिव थ्रिलर 2024 में हो रहा है कहानी. फैमिली थ्रिलर एज ऑफ द सीट നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഫുള്ള് കേട്ടിട്ട് തന്നെയല്ലേ അഭിനയിച്ചത്? Also now back to Malayalam. Yes. ऑडियंस ने सीट का एज में बैठकर देखना पड़ेगा. देखना पड़ेगा നെയിൽ ബൈറ്റ് കർ. അത് ഹിന്ദി പറയാനുള്ള അറിഞ്ഞു ഐസ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് ബ്രേക്ക് എടുത്തു. എനിക്ക് ഇവിടെ എന്താ നടക്കുന്നത്? What's happening to me എന്ന് എനിക്ക് ഇതുവരെ എനിക്ക് ഇത് ഇങ്ങനെ ഈ സ്റ്റുഡിയോയിൽ തോന്നിയിട്ടില്ല. ഞാൻ ടെൻഷൻ ആയിട്ടിരിക്കട്ടാ. എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിരിക്കുക. ഇപ്പൊ മാറിയില്ലേ നല്ല ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ഓഡിയൻസിന്റെ അവസ്ഥ, എന്റെ ഗസ്റ്റിന്റെ അവസ്ഥ ഇതായിരിക്കും.